ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കേരള സ്റ്റൈലിലെ കടലക്കറീൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വേണ്ട കേട്ടോ, 1/4 കപ്പ് മതി. പാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പം തേങ്ങ ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് എങ്ങനെ പോയാലും ഒരു 3-4 മിനിറ്റൊക്കെ എടുക്കും. തേങ്ങയുടെ കളറൊന്ന് മാറി മാറി വരണം, ഒത്തിരി അങ്ങ് ഡാർക്ക് ആവരുത്. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം, പക്ഷേ കടലക്കറിക്ക് മല്ലിപ്പൊടി മെയിനാണ്. അപ്പം ഓരോ പൊടികളും ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാ പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇളക്കാനിരുന്ന ഒരു സൈഡ് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒത്തിരി കൂട്ടണ്ട, കാരണം കടലക്കറീൻ്റെ ഒരു കളർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഈ പറഞ്ഞ പോലെ ഒത്തിരി വേണ്ട, കുറച്ച് ഒരു നുള്ള് മതിയാവും. അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കും. ഗരം മസാല ഇതിനേറെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കപ്പ് കടല എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ അളവാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. 2 കപ്പ് കടല കുതിർത്ത് വരുമ്പോൾ ഒത്തിരി വോളിയം കൂടും, അപ്പോൾ ഇത്രയും പൊടികൾ തന്നെ അതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇത് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണവും ആ കുത്തും ഒക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വരണം. അപ്പോൾ ഇത് ഇങ്ങനെ പോയാലും ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി ഇതേപോലെ ആവും. അപ്പോൾ ഡാർക്ക് കളറാവും മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി ഒരു 30-40 സെക്കൻഡ് ഒന്ന് ഇളക്കി ആ കറിവേപ്പിലയിലേക്കും ആ ടേസ്റ്റും ആ തേങ്ങയിലേക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് കുറച്ചായിട്ട് എടുത്ത് വെക്കാം. മൊത്തം എടുത്ത് നമുക്ക് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ അതാണ് പെട്ടെന്ന് തണുക്കാൻ ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ എല്ലാം എടുക്കുകയാണ്. ഇപ്പം കറക്റ്റ് മസാലപ്പൊടിയൊക്കെ ചേർന്ന് വരുമ്പോൾ ഇത്രയുണ്ട് കേട്ടോ നമ്മുടെ അരപ്പ്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ അത്ര ഹെൽത്തി അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം. റൈസ് ബ്രാൻ ഓയിലാണ് ഏറ്റവും നല്ലത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടല ഗ്യാസാണ്, അപ്പോൾ ജീരകം മസ്റ്റാണ് കടലക്കറിയിൽ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിലേക്ക് ഒന്ന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി എടുക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല ഒരു പച്ചമണം മാറി നല്ലൊരു വഴന്ന മണം വരും. അതിന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 സവാള ഇതെടുത്തതാണിത്. ഇതിപ്പോൾ ഒരു 2 വലിയ സവാളയാണ്. സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് മൂക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് അരയ്ക്കാം. നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡർ ജാർ എടുത്തു. ഒരു 10 ചെറിയ ഉള്ളിയും 1 കുടം വെളുത്തുള്ളിയും ഒരു നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും. അപ്പോൾ ഇഞ്ചി നമുക്ക് ആദ്യം എടുക്കാം. അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് 4 ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നാടനാട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ്ചർ, മസാല മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി തന്നെ ഇടുന്നുണ്ട്. ഇപ്പം നല്ലോണം തണുത്തിട്ട് മാത്രമേ അരയ്ക്കാവൂ കേട്ടോ. ഇനി അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വിനീഗറും കൂടി ഇടുന്നുണ്ട്. ഇത് തേങ്ങയുടെ ഡിഷ് ആയതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളം അല്പമായിട്ട് ആഡ് ചെയ്ത് നമുക്ക് അരച്ച് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം നമുക്ക് എങ്ങനെ പോയാലും ഒരു 1/4 കപ്പോളം വെള്ളം വേണ്ടി വരും കേട്ടോ. ഈ ഒരു പരുവത്തിൽ അരപ്പ് കിട്ടാൻ ഉള്ളി വഴന്ന് വന്നതിലേക്ക് നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പ് ഓൾറെഡി കുക്കായ കാര്യങ്ങളുള്ള അരപ്പാണ്, എന്നാൽ പോലും വെളുത്തുള്ളിയൊക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്തതല്ലേ, അപ്പോൾ ആ കുറച്ചൊന്ന് വഴലണം. ഞാനൊരു 3 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ഇടാം, കാരണം നമ്മളിതിൽ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എരിവുണ്ടാവും ആവശ്യത്തിന് പാകത്തിന്. അപ്പം ഞാനൊരു
7 മിനിറ്റൊക്കെ ഇത് നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്തെടുത്ത് അപ്പോൾ നല്ല കുക്കായി അതിൻ്റെ കളറൊക്കെ മാറി ഡാർക്കായിട്ടുണ്ട്. മതി. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് ഞാൻ ആ ഒരു മിക്സി ഗ്രൈൻഡറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ കറിയുടെ ആ ഒരു തിക്നെസ്സും ഗ്രേവിയും ഒക്കെ അനുസരിച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യാം. എങ്ങനെ പോയാലും ഒരു 1.5 കപ്പ് വെള്ളമെങ്കിലും ഒന്ന് ആഡ് ചെയ്തേക്കണം. അപ്പം ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് ആദ്യം ആഡ് ചെയ്തത്. ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് കുതിർത്ത് വേവിച്ച് വെച്ച കടലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് 2 കപ്പ് കടല 2 ദിവസം കുതിർത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുക്കറിൽ ഒരു 2 വിസിൽ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹോൾ പ്രോസസ്സ് ഇത് കുക്കറിൽ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കടല വേവിച്ചിട്ട് ഇതിലിടേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. കുതിർത്ത് വെച്ച കടല അതേപോലെ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3-ാം പാല് ഒരു 1/4 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതുകൊണ്ട് ഒത്തിരി തേങ്ങ വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ 3-ാം പാൽ എടുക്കുന്നത്. 3-ാം പാൽ തിന്നറാണ്. അപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞു 2 ദിവസം കടല കുതിർത്ത് വെച്ചതാണ്. അങ്ങനെ ചെയ്യുമ്പം നല്ല ന്യൂട്രീറ്റീവ് വാല്യൂ ആണ് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതിനൊക്കെ കാട്ടി. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കാം. അടച്ച് വെച്ച് എല്ലാം കൂടി യോജിച്ച് നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 7-8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ കിച്ചണിൽ. വീടും നല്ല സ്മെല്ലാണ്. നമ്മൾ തുറന്നു കണ്ടോ, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പിൻ്റെ 1/4 ഭാഗത്തോളമുള്ള 2-ാം പാൽ ഇട്ട് കൊടുക്കാം. 2-ാം പാൽ മതി, 1-ാം പാൽ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. അതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു 3 തവിയോളം ഒക്കെ നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് ആറിയതിന് ശേഷം വേണം അരയ്ക്കാൻ. ചൂടോടെ അരച്ചാൽ മിക്സിയിൽ കലാപം ഉണ്ടാവും. അപ്പം നമുക്കത് അരച്ചിട്ട് വരാം. ഇപ്പോൾ അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കറിക്കൊരു തിക്നെസ്സും കിട്ടാനാണ്. നമുക്ക് കോൺഫ്ലോർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കടലേൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പ്രത്യേക ടിപ്പാണ് കടലക്കറിക്ക്. കടല മാത്രമാണ് ഇങ്ങനെ മാഷ് ചെയ്യുമ്പോൾ ഇതുണ്ടാവുക. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല തിള വന്നിട്ടുണ്ട്. മതി. അപ്പോൾ നമ്മളിത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നമ്മൾ ഓഫ് ചെയ്യാണ്. അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലക്കറീൻ്റെ കൂടെ കോംബോ എന്ന് പറഞ്ഞാൽ പുട്ടാണ്. അപ്പോൾ ഇന്ന് പുട്ടായിരുന്നു, നല്ല ആവി പറക്കുന്ന അരിപ്പുട്ട്. അപ്പം ഏത് പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് പെയർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെർവിങ് ടൈമായി. ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ കടലക്കറി നല്ല മണാട്ടോ. ഈ ഒരു രീതിയിൽ അരച്ച് വെളുത്തുള്ളിയൊക്കെ അരച്ച് നമ്മൾ കറിയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ അതിൻ്റെ കുത്തലോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്, നമുക്കിത് കൂട്ടുമ്പോൾ എന്നാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു കറി. അപ്പോൾ പുട്ടും കൂടെ ഇങ്ങ് എടുത്തു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോഴും നല്ല ആവി പറക്കുകയാണ്. ഏത് കറിയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പം നല്ല ടേസ്റ്റാണ്, എല്ലാം യോജിച്ച്. നല്ല ആവി പറക്കുന്ന അരിപ്പുട്ടും നല്ല കടലക്കറിയും പപ്പടവും. അപ്പം എല്ലാവരും ഈ ഒരു കേരള സ്റ്റൈൽ കടലക്കറീൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.